ടോക്സിക് ആണെന്ന് റിയലൈസ് ചെയ്തിട്ടും അതിനകത്ത് നിന്നിട്ടുണ്ട്. ഞാനും നിന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുമുണ്ട്. ഞാനല്ലാതെ ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അറിയാണ്ട് എനിക്ക് തോന്നി ഞാനും ടോക്സിക് ആവാന്നൊക്കെ. ഒരു പോയിന്റിൽ ഇനി ഞാൻ ഉണ്ടാവില്ല, എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഫോട്ടോ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മൊമെൻ്റ് എത്തി. ആ റിയലൈസേഷനിലാണ് ഞാൻ അതൊന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നത്. എൻ്റെ റിലേഷൻഷിപ്പ്, ഇതിന് മുന്നുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് തുടങ്ങി വളരെ കുറച്ച് നാളിനുള്ളിൽ എനിക്കത് ടോക്സിക് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് ടോക്സിക് എന്നൊരു ലേബലൊന്നുമില്ല. ഇത് പ്രശ്നമാണ്, എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഒരു കോൺസിക്വൻസിനെ പറ്റി അന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമോ ഒരു എന്താ പറയുക, അത്രയും വൈസ് ആയിരുന്നില്ല ആ സമയത്ത്. ടോക്സിസിറ്റി എന്നൊരു ടേം ഞാൻ കേട്ടു തുടങ്ങിയത് മേ ബി ഒരു 2018 കാലഘട്ടത്തിൽ തൊട്ടാണ് കേട്ടു തുടങ്ങിയത്. അതിനു മുന്നേ എന്തോ കുഴപ്പമുണ്ട്. എല്ലാവരും റിലേഷൻഷിപ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പറയുമ്പോൾ അതൊരു ടോക്സിക് സംഭവമാണെന്ന് ആ ഒരു നെയിമിങ് അല്ലാതെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടോക്സിസിറ്റിയിൽ ഒരു ടേമിങ്, ഒരു ലേബലിംഗ് വന്നത് ഒരു 2018 ശേഷമാണ്. റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടും എൻ്റെ പേഴ്സണൽ കാര്യം പറയുവാണെങ്കിലും അല്ലാതെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ പറയുവാണെങ്കിലും ടോക്സിക് ആണെന്ന് റിയലൈസ് ചെയ്തിട്ടും അതിനകത്ത് നിന്നിട്ടുണ്ട്. ഞാനും നിന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുമുണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അനു എന്താ തോന്നുന്നത്? അഞ്ജു പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെയും ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പ്. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യം തുടങ്ങാം കേട്ടോ. അതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പം. അപ്പം ഞാൻ ഒരു റിലേഷൻഷിപ്പിലാവുകയും ഏകദേശം ഒരു 3-ാം മാസത്തിൽ ഞാനത് റിയലൈസ് ചെയ്യാണ്. ഇത് അന്നും ഈ പറഞ്ഞ പോലെ ടോക്സിക് എന്നുള്ള വാക്കറിയില്ല. ഒരു 3rd മന്തിൽ ഞാൻ റിയലൈസ് ചെയ്തു, ഇത് വർക്ക് ആവില്ല, ഇത് ശരിയാവുന്നില്ല, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ചേരായ്മകളുണ്ട്, ഇതല്ല, ഇങ്ങനെയല്ല വേണ്ടതെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലാവുകയും പോകെ എന്നിട്ടും ഞാനത് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയാവുന്നില്ല. പക്ഷേ അന്നത്തെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ വളർന്നു വന്നൊരു കേട്ട് ശീലിച്ചൊരു കാര്യമുണ്ട്. നമ്മൾക്കൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് നല്ലതാണെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ജീവിക്കുക എന്നുള്ളൊരു സോ കോൾഡ് നോഷൻ ഉണ്ട്. 1 man woman ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കുഞ്ഞിലേ തൊട്ട് നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ തള്ളി കയറ്റുന്നുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു നാട്ടിൻപുറത്ത് നിന്ന്, അപ്പോൾ അവിടെ അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ അതുമല്ല, ഞാൻ പ്രണയത്തിലായിരുന്ന ആ കുട്ടി, അദ്ദേഹം എന്നോട് ഒരു എമ്പതിയിൽ തുടങ്ങുകയാണ് ഈ പ്രേമം. അപ്പം എന്നോട് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുമോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, എനിക്ക് കുറച്ച് നന്നായി ജീവിക്കണം, അപ്പം അനുമോളുടെ കൂടെ ആകുമ്പോൾ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പിന്നീട് അയാളെ നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഓരോ തവണ ഇത് ശരിയാവുന്നില്ല, ഇത് വർക്കാവുന്നില്ല, ഇതെനിക്ക് ഇത്ര പെയിൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോഴും എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, അതൊരു വളരെ മോശം എക്സാമ്പിളാണ്. ഞാൻ ആരെടുത്തും അങ്ങനെ നിൽക്കരുതെന്നേ പറയുള്ളൂ. ഞാൻ അന്ന് ചെയ്ത മിസ്റ്റേക്കാണ്. ഞാൻ കരുതുന്നത് ഈ കുട്ടി നന്നാവാത്തത് എൻ്റെ ഫെയിലിയറാണ്. ആ കുട്ടിയുടെ പ്രശ്നം എന്നല്ല ഞാൻ അപ്പോഴും കരുതണം, ഇത് എൻ്റെ ഫെയിലിയറാണ്. അപ്പം ഈ കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ഞാനിങ്ങനെ വലിച്ചു നീട്ടി ആ 3-ാം മാസത്തിൽ ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ 6-7 വർഷത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഓൺലൈനെന്നും മീഡിയയിൽ നിന്നും ഒക്കെ ഈ ടോക്സിക് എന്നുള്ള വാക്ക് കേൾക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു തുടങ്ങി, അയാൾ ടോക്സിക് ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യാണ്, എൻ്റെ അകത്തുനിന്നും ഈ ദേഷ്യവും പെയിനും ഒക്കെ കൂടി എടുത്തിട്ടുണ്ടല്ലോ, ഞാനും തിരിച്ച് അയാൾക്കും ടോക്സിക്കായി തുടങ്ങിയോ വെച്ചാൽ ഭയങ്കര സർഗാസ്റ്റിക് ആവുക. ആദ്യമൊക്കെ പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ കരയുമായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് പുച്ഛവും ഞാനല്ലാതെ ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അറിയാണ്ട് എനിക്ക് തോന്നി ഞാനും ടോക്സിക് ആവുകയെന്നൊക്കെ. ഒരു പോയിന്റിൽ ഇനി ഞാൻ ഉണ്ടാവില്ല, എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഫോട്ടോ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മൊമെൻ്റ് എത്തി. ആ റിയലൈസേഷനിലാണ് ഞാൻ അതൊന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പം ടോക്സിക് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അതിൽ ടൈം വേസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ.